ഏർലി മോർണിംഗ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, രാവിലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള കാരണം 4 മണിക്ക് അവിടെ തുടങ്ങി. അന്നൊരു ട്രൈബലിൻ്റെ ബാരട്ടങ് എന്നുള്ള സ്ഥലത്തോട്ട് ഞങ്ങളൊന്ന് പോകുന്നത്. കോസ്റ്റ് രാവിലെ 6 മണിക്കാണ് ഓപ്പൺ ആയിരുന്നു. അതിനുവേണ്ടി വെയിറ്റിങ്ങിൽ നിൽക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. പോർട്ട് ബ്ലെയറിൽ നിന്ന് നമ്മൾ ബാരട്ടങ്ങിലോട്ട് പോകുന്നതിന് വണ്ടി വിളിച്ചതിന് 4000 രൂപയായിട്ടോ. അപ്പ് ആൻഡ് ഡൗൺ ആണ്. വൺ സൈഡ് 110 കിലോമീറ്റർ ഉണ്ട്. അത് കുറേ ഫോറസ്റ്റ് കൂടിയാണ്. നമ്മൾ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന ഫോറസ്റ്റിലാണ്. ഇവിടെ രാവിലെ 6 മണിക്ക് തുറക്കുള്ളൂ. നമ്മുടെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ എൻട്രി ചെയ്യണം. നമ്മുടെ ആധാർ കാർഡ് നമ്പറെല്ലാം മാൻഡേറ്ററി ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് അടുത്തുള്ളൂ. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൂ. വേറെ വഴിയില്ല. ഈ ഒരു വഴി കൂടെ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ അപ്പർ ഐലൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജങ്കാറിലാട്ടോ വന്നത്. അവിടെ വീഡിയോ പ്രോഫിറ്റഡാണ്. നമ്മളെ വരുന്ന ഫോറസ്റ്റിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ ജങ്കാറിലാണ് നമ്മൾ വന്നത്. 1.5 മണിക്കൂറുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇവിടെ പല സ്ഥലത്തും വീഡിയോ പ്രോഫിറ്റഡാണ്. സ്പീഡ് ബോട്ടിലാണ് പോകണം. ഇവിടെ നിന്നാണ് ബോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓരോ ടീമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ റെഡിയാണ്, എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. എല്ലാം ക്യൂ ആണ് ഈ കാണുന്നത്. കാട്ടിൽ വന്നവരുണ്ട് കേട്ടോ. സൈഡിലൊക്കെ അതുപോലെയാണ്. കുറച്ച് ദൂരമുണ്ട് ഇവിടെ. ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. ഓരോ ടീമായിട്ട് സെറ്റായിട്ടാണ്. പോർട്ടാണ് കേട്ടോ. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള പോക്കാട്ടോ. ദിവസം സൂപ്പറാണ്. തിരിച്ച് പോകണം. അതിലെല്ലാം കിട്ടിയുള്ളൂ ചിലപ്പോൾ. देखिए मैडम लगेगा हाथ अंदर
കൂടുള്ള ചേടിയാട്ടോ, നല്ല രസമുണ്ട് എൻജോയ് ചെയ്യാൻ. അത് കണ്ടൽക്കാടാണ്, എൻ്റെ ഇടയിൽ കൂടെ നോക്കാം. തലയൊക്കെ മുട്ടും, ഇപ്പോൾ തലയിടിച്ചാണ് പിരിഞ്ഞ് പോയില്ലെങ്കിൽ. ഇവിടെയാണ് ഇറങ്ങണേ, ഇവിടെയാണ് ഇറങ്ങണേ കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. ഉള്ള കണ്ടൽക്കാടുകളുടെ ഇടയിലാണ്. സംഭവം സൂപ്പറാട്ടോ, ആവശ്യം ചേണി ഒന്നും പറയാനില്ല. ഒരു മുതൽ തന്നെയാട്ടോ. നമ്മളോട് ലൈം സ്റ്റോൺ കേവ് കാണാൻ വേണ്ടിയിട്ടാട്ടോ അതിൽ നടക്കണേ. അപ്പം നമ്മൾ ആ സ്പീഡ് ബോട്ട് ഇറങ്ങിയെടുത്ത് ഏകദേശം ഒരു 700 മീറ്ററോളം ഉണ്ട്. ഈ ഉൾക്കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാനാണ്. വാവ്, क्योंकि केव छोटी सी ऑक्सीजन लेवल का कमी है और आप लोग जाके देख के आएगा तो दूसरे ग्रुप को चांसेस मिलते हैं। ठीक, आप लोग मेरे साथ आइए। यहाँ पर देखिए आपको जो सी के अंदर जो जेलीफिश रहते हैं, मैडम आ जाइए आप लोग भी। यहाँ पर देखिए आपको जो सी के अंदर जो जेलीफिश रहते हैं, जेलीफिश के एक स्ट्रक्चर में आपको दिखेंगे। मेरे पाएंगे मैम जेलीफिश जेलीफिश देख लीजिए, आपको स्टोन साइनिंग होते हैं। जो जगह सिलिका और माइका रहता है वो जगह स्टोन साइनिंग होती है। यहाँ पर देखिए आपको जो मंदिर में जो शंख रहते हैं, शंख के एक स्ट्रक्चर दिखेंगे। हिंग पाएंगे मैम कोयला शंख निकले, शंख मार स्ट्रक्चर लेके। और ऊपर में देखिए बड़े बड़े होटल में जो लाइटिंग झुमर लगाते हैं, झुमर के एक स्ट्रक्चर थे सिलिका एंड माइका। यहाँ पर देख लीजिए सिल्का और माइका जो जगह रहता है वो जगह स्टोन ऐसी शाइनिंग होता है आपको। शाइनिंग है ना। यहाँ पर देख लीजिए आपको 2 तरह का स्टोन है, स्टैलेक्टाइट एंड स्टैलेग्माइट। दोनों को बीच में छोटी सी गैप है, वो गैप आपको जुड़ने के लिए 20 या 50 साल लग जाते हैं। एक साल में 1 इंच या आधा इंच स्टोन फॉर्मेशन होते हैं। और ऊपर में देखिए सी वाटर में जो जेलीफिश रहते हैं, जेलीफिश के स्ट्रक्चर में रहेंगे। और ये इसी और ऊपर ये सब देखिए आपको एकदम कोरल्स रहता है ना, जब स्कूबा डाइविंग करते हैं आप लोग सी के अंदर, वो नीचे में बहुत सारा कोरल्स देखते हैं ना, कोरल्स के स्ट्रक्चर पूरा दिखेगा। നമ്മൾ സ്പീഡ് ബോട്ടിൽ ആക്ച്വലി ഇങ്ങോട്ട് വന്നത് ലൈം സ്റ്റോൺ കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് ഒരു അരമണിക്കൂർ വന്നു. ട്രൈബൽ കോളനി ആയിട്ട് ഇവിടെ ഇല്ല, ഞാൻ അങ്ങനെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ ലൈം സ്റ്റോൺ കേവ്സ് മാത്രമേ ഉള്ളൂ. ട്രൈബലിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഫോറസ്റ്റ് കൂടെ വന്ന് മാത്രമാണ്. അവിടെ നമ്മളൊരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സമ്മതിക്കില്ല. വീഡിയോ ഫോട്ടോ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് എടുത്തപ്പോൾ. അവർ കണ്ടാൽ തന്നെയാണെങ്കിലും അവർ അവിടുന്ന് കല്ലൊക്കെ എടുത്ത് എറിയും. കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രിഡ്ജാട്ടോ, നടുക്ക് കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രിഡ്ജാണത്. നമ്മൾ സ്പീഡ് ബോട്ടിലേക്കാണ് പോണേ. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് വന്നു, തിരിച്ച് നമ്മൾ അവിടെ വന്ന അതേ ബോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയൊക്കെയാണ്. അവിടെ ബോട്ടിൻ്റെ ബോർഡിങ് ഏരിയ കേട്ടോ. ഇവിടെ നമ്മൾ തിരിച്ചതേ ദ്വീപിലേക്ക് തന്നെ പോകും, നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പുറത്തെ ദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, തിരിച്ചങ്ങോട്ട്